നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വിക്ക് റിവിഷൻ നമുക്ക് നടത്തുന്നതിനെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് LDCക്കാർക്ക് വേണ്ടിയിട്ടും ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പൊ LDCക്കാർക്ക് വേണ്ടിയിട്ട് മലയാളം അല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ ഇത് മലയാളത്തിലല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ മാറ്റിയിട്ട് പോകണ്ട. ഇതിന്റെയൊക്കെ തന്നെ നമ്മൾ മലയാളം വേർഷനും കൂടെ പറയുന്നതായിരിക്കും. അപ്പൊ പോയിന്റ്സ് എല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുപോലെ ടഫ്നെസ്സിന് മാത്രം കുറച്ച് വ്യത്യാസം വരും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഓരോ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ 2023 വന്നിട്ടുള്ള ചോദ്യം കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതി, പ്രിയാമ്പിൾ അഥവാ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഓടിച്ചിട്ട് നോക്കാൻ പോകുന്ന ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം. അതായത് രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് 2023. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പൊ അറിഞ്ഞിരിക്കണം, ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതെന്ന് അറിയണം. അടുത്ത ചോദ്യം, 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഇത് രണ്ടും ഡിഗ്രി ലെവലുകാർക്ക് വന്നതാണ്. ഇതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് LDCക്കാർക്കും വരാം. കാരണം ഇതൊരു എന്താണ് സ്റ്റേറ്റ്മെന്റ് മോഡൽ ചോദ്യം അല്ല രണ്ടും, അല്ലെ? ഒരു വൺ വേർഡ് ചോദ്യം പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമാണ്. അസംബ്ലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് ഓടിച്ചിട്ട് നോക്കാം. നമുക്കറിയാം മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ഇന്ത്യയുടെ ആവശ്യം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലെ പറയാൻ പോകുന്നത്. ഇറ്റ് വാസ് 1934, അതായത് ആദ്യമായി ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ആളായിരുന്നു ഇന്ത്യയിലെ. അപ്പൊ MN റോയ് ആണ് 1934 ആദ്യമായിട്ട് ഇന്ത്യക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് പറയുന്നു. അങ്ങനെ 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന സംഭവത്തിനെ ഒരു ഡിമാൻഡ് ആയിട്ട് ഒഫീഷ്യലി പറയുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന വർഷം 1935 ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. 1934 ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് പറഞ്ഞത് MN റോയും, 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് ഒരു ഒഫീഷ്യലി എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് പോയിന്റ്സ് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. 1938 ജവഹർലാൽ നെഹ്റു on the behalf of the INC declares that the Constitution of Free India must be framed without outside interferences by a Constituent Assembly elected on the basis of adult franchise. ചോദ്യം വന്നിട്ടുണ്ട്. 1938 ജവഹർലാൽ നെഹ്റു INCയുടെ ഭാഗമായി നിന്നുകൊണ്ട് എന്ത് പറഞ്ഞു? നമുക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. നമ്മുടെ ഫ്രീ ഇന്ത്യക്ക്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ആ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അതായത് ഔട്ട്സൈഡ് ഇന്റർഫറൻസിൽ നിന്നായിരിക്കണം ഇത് ഫ്രെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ഇലക്ട് ചെയ്തതിന് ശേഷം അവരായിരിക്കണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ളത്, അവരായിരിക്കണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പൊ കുറെ ഏറെ പോയിന്റ് നമ്മൾ ഈ ഒരൊറ്റ പാരഗ്രാഫിൽ നിന്ന് തന്നെ പറഞ്ഞു. 34 ആദ്യമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആവശ്യം വന്നത് MN റോയുടെ ഭാഗത്ത് നിന്നാണ്. 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. 38 ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ആരുടെ ഭാഗത്ത് നിന്നുകൊണ്ട്? INCയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതിനു വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം. അതിൽ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇന്റർഫറൻസസ് ഒന്നും പാടില്ല. ഇവരെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി ഇലക്ട് ചെയ്ത് തെരഞ്ഞെടുക്കണം. ഓക്കെ, അതിനുശേഷം ഫൈനലി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് അക്സെപ്റ്റ് ചെയ്തു, ഈ ഒരു ഡിമാൻഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓഗസ്റ്റ് ഓഫർ എന്നാണ്. വർഷം 1940. പ്രീവിയസ് ചോദ്യമാണ്, PYQ ചോദ്യമാണ്. 1940 ഈ ഒരു ഡിമാൻഡ്, ഇത് രണ്ട് രീതിയിലും ഹിസ്റ്ററിയിലും ചോദിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും ചോദിക്കുന്നുണ്ട്. അപ്പൊ ദ ഡിമാൻഡ് വാസ് ഫൈനലി അക്സെപ്റ്റഡ് ഇൻ പ്രിൻസിപ്പിൾ ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940.
1940 ഓഗസ്റ്റ് ഓഫറിലൂടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ആശയം വേണം. അതിലേക്ക് ഇലക്ടഡ് ആവണം മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ആവശ്യം ആര് അംഗീകരിച്ചു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940. അങ്ങനെ 1942 സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, അദ്ദേഹം ആരാണ്? ക്യാബിനറ്റിന്റെ ഒരു മെമ്പർ ആണ്. അപ്പൊ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൺ ദി ഫ്രെയിമിംഗ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു ബി അഡോപ്റ്റഡ് ആഫ്റ്റർ ദ വേൾഡ് വാർ സെക്കൻഡ്. അപ്പം ആ ഒരു സമയത്ത് നമുക്കറിയാം വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു വേൾഡ് വാറിന് ശേഷം നമുക്ക് എന്ത് വരും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വരും. അതിന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ട് ഇന്ത്യയിലേക്ക് 1942 ആര് വന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ആരാണ് അദ്ദേഹം? ക്യാബിനറ്റിന്റെ മെമ്പർ ആയിരുന്നു. The Cripps proposal were rejected by the Muslim League. ചോദിച്ചിട്ടുണ്ട്, ക്രിപ്സിന്റെ ഈ പ്രപ്പോസൽ ആരാണ് റിജക്ട് ചെയ്തത്? മുസ്ലിം ലീഗ് റിജക്ട് ചെയ്തു. അവരെന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, 2 സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് അതുകൊണ്ട് വേണം. ഫൈനലി എ ക്യാബിനറ്റ് മിഷൻ വാസ് സെൻഡ് ടു ഇന്ത്യ. അതിനുശേഷമാണ് എന്ത് വരുന്നത്? ഒരു ക്യാബിനറ്റ് മിഷൻ വരുന്നത്. While it rejected the idea of 2 constituent assembly, it put forth a scheme for the constituent assembly which more or less ratified by the Muslim League. അപ്പൊ ഇതെല്ലാം പ്രീവിയസ് ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. എന്താ പറഞ്ഞത്? നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഗസ്റ്റ് ഓഫറിലൂടെ 1940 ഇത് സമ്മതിച്ചു. 42 സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എവിടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് വന്നു. എങ്ങനെയാ വന്നത്? ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ടാണ് വന്നത്. എന്താ ഡ്രാഫ്റ്റ് പ്രപ്പോസലിൽ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യക്ക് ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും അല്ലെ എന്ന് വേൾഡ് വാറിന് ശേഷം. എന്നാൽ ഈ ഒരു ക്രിപ്സിന്റെ പ്രപ്പോസല് മുസ്ലിം ലീഗ് റിജക്ട് ചെയ്യുന്നു. അവരുടെ ആവശ്യം 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം അംഗീകരിക്കാൻ പറ്റിയോ? ഇല്ല. അങ്ങനെ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് വരുന്നു. ക്യാബിനറ്റ് മിഷൻ വരുന്നു. വൈൽ ഇറ്റ് റിജക്റ്റഡ്, അവർ വന്നതിന് ശേഷം അവർ എന്ത് ചെയ്തു? ഈ ഒരു 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഐഡിയ അവർ റിജക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്ക് അറിയാം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ ആണ്. ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? 1946 ഭരണഘടനാ അസംബ്ലിയുടെ ടോട്ടൽ അംഗസംഖ്യ എത്രയാണെന്നാണ് ചോദ്യം. എന്താണ് ടോട്ടൽ? വാട്ട് വാസ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇൻ 1946? അതാണ് ചോദ്യം. നോക്കാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ നവംബർ 1946. ഇതും പ്രീവിയസ് ചോദ്യം, PYQ എഴുതി വെക്കുക. എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയത്? നവംബർ 1946 ആരുടെ പദ്ധതി പ്രകാരം? ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ പദ്ധതി പ്രകാരം. നോക്കി പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. LDC-കാരായിക്കോട്ടെ, LGS-കാരായിക്കോട്ടെ, ഡിഗ്രിക്കാരായിക്കോട്ടെ, +2-കാരായിക്കോട്ടെ, ഇനി LP UP-കാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 1946 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത്. അണ്ടർ ദ സ്കീം ഫോർമുലേറ്റഡ് ബൈ വിച്ച്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കാം. ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് 389. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിനുള്ള ആൻസർ ആയി ഓപ്ഷൻ എ 389. ടോട്ടൽ എത്രയാണെന്നാ പറഞ്ഞത്? 389 ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതിനകത്ത് അടുത്ത ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തു. 93 സീറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തു. ഈ 296 സീറ്റിനകത്ത് ബ്രിട്ടീഷ് ഇന്ത്യക്കാണല്ലോ 292 മെമ്പേഴ്സ് എന്ന് പറയുന്നത് were to be drawn from the 11 governors provinces, 4 from the 4 chief commissioners provinces, 1 from each. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് LDC-കാർക്ക് ചോദിക്കത്തില്ലായിരിക്കും, ഡിഗ്രിക്കാർക്ക് ഇത് ചോദിക്കും. 389 ടോട്ടൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു. 296 സീറ്റ് ആർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരിക്കും. അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്റ്റേറ്റുകളുണ്ടല്ലോ അവർക്ക്. 93 സ്റ്റേറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്, അതായത് ഈ 93 സീറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഈ 296 സീറ്റിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അതിനകത്ത് 292 മെമ്പേഴ്സിനെ 11, അതായത് ആ 292 മെമ്പേഴ്സ് were to be drawn from the 11 ഗവർണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും, 4 പേര് 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും, 1 സീറ്റ് എന്ന് പറയുന്നത് ഈ 2 നിന്നും കോമൺ ആയിട്ട്. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് പഠിച്ചു വെക്കാം.
Each provinces and princely state were to be allotted seat in proportion to their respective population. Roughly 1 seat was to be allotted for every million population. അതായത് ഓരോ മില്യൺ പോപ്പുലേഷൻ വരുന്നതിനനുസരിച്ച് ഓരോ സീറ്റ്. ഈച്ച് പ്രൊവിൻസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്, ഓരോ പ്രൊവിൻസിനും പ്രിൻസിലി സ്റ്റേറ്റിനും were to be allotted seat in proportion to their respective population. 1000 പേരുണ്ടെങ്കിൽ അവിടുന്ന് ആ പോപ്പുലേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സീറ്റ്. അപ്പൊ ഇത്ര മില്യൺ പോപ്പുലേഷന് ഇത് ഒരു സീറ്റ്. അങ്ങനെയാണ് സീറ്റിന്റെ, അതായത് ഓരോരുത്തരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓരോ പ്രൊവിൻസസിലും പോപ്പുലേഷൻ നോക്കിയിട്ടാണ് സീറ്റ് വരുന്നത്. ഇനി seats allocated to each British provinces were to be divided among the 3 principal communities. ബ്രിട്ടീഷ് പ്രൊവിൻസസിലെ സീറ്റുകളെ നമ്മൾ 3 കമ്മ്യൂണിറ്റി ഉണ്ട് പ്രധാനമായിട്ടും, അത് ഡിവൈഡ് ചെയ്തു. അതായത് മുസ്ലിം, സിഖ്, ജനറൽ. മുസ്ലിം, സിഖ്, ജനറൽ. ഇതിനകത്ത് ഓൾ എക്സെപ്റ്റ് മുസ്ലിം ആൻഡ് സിഖ് ഇൻ പ്രപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. ഈ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞില്ലേ, അവരെ അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവരിൽ നിന്നും ഇപ്പൊ 1 മില്യൺ പോപ്പുലേഷൻ, അല്ലെ ഓരോ മില്യൺ പോപ്പുലേഷനിൽ നിന്നും ഒരാള്, അത് 2 പേര്, അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ബ്രിട്ടീഷ് പ്രൊവിൻസസ് നമ്മൾ പറഞ്ഞു 292 ഉണ്ട്. അതിനകത്തിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റി മുസ്ലിം, സിഖ്, ജനറൽ. ഇതിനകത്ത് ഓൾ എക്സെപ്റ്റ് മുസ്ലിം ആൻഡ് സിഖ്, അതായത് ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവരുടെ പോപ്പുലേഷന് പ്രപ്പോർഷൻ ആയിട്ടായിരിക്കും സീറ്റ് കൊടുക്കുന്നത്. The representatives of each community were to be elected by members of that community in the provincial legislative assembly, and voting was to be by the method of proportional representation by means of single transferable vote. എങ്ങനെയാണ്? ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് വൺ, the representatives of the princely state were to be nominated by the head of the princely state. ഈ princely state എന്ന് പറയുന്നില്ലേ, അതായത് രാജാക്കന്മാർ ഭരിക്കുന്ന സ്റ്റേറ്റ്, അവിടുത്തെ ആ ഒരു ആൾക്കാരെ, അതായത് ആരായിരിക്കണം പോകേണ്ടത്, നമ്മുടെ അസംബ്ലിയിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഹെഡ് ആയിരിക്കും അവരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നോക്കാം. It is thus clear that the Constituent Assembly was to be partly elected and partly nominated. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അതായത് representative of the princely state were to be nominated by the head of the princely state. ഈ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഹെഡ് ആയിരിക്കും ഇവിടെ നിന്നും, പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും ആര് പോകണം എന്ന് തീരുമാനിക്കുന്നത്. അത് നോമിനേഷൻ ആണ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാം, ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, ഇതൊരു PYQ ചോദ്യമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്താണ്? പകുതി ഇലക്ടഡും പകുതി നോമിനേറ്റഡ് ബോഡിയുമാണ്. മൊത്തത്തിൽ ഇലക്ടഡ് അല്ല ആൾക്കാര്. Moreover, the members were to be indirectly elected by the members of the provincial assemblies, who themselves were elected on a limited franchise. Okay, the election to the Constituent Assembly for 296 seats allotted to the British Indian provinces were held in July-August 1946. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നമ്മൾ പറഞ്ഞു, ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു 296 സീറ്റ് ആർക്കുണ്ട്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുണ്ട് അല്ലെ. ഇത് എന്നാ നടന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഇലക്ഷൻ 1946 ജൂലൈ ഓഗസ്റ്റ് മാസമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 208 സീറ്റ് കിട്ടി. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി? 208 സീറ്റ് കിട്ടി. മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടി. അതുപോലെ കുറച്ച് സ്മോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് 15 സീറ്റ് കിട്ടി. അങ്ങനെ 93 സീറ്റ് allotted to the princely state were not filled as they decided to stay away from the Constituent Assembly. അവര് കുറച്ച് പേര് 93 സീറ്റ് മാറി കൊടുത്തില്ലേ മറ്റേവർക്ക് വേണ്ടിയിട്ട്, അവര് കുറച്ച് ഫില്ല് ആവാതെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ചോദിക്കുന്നത് 296 സീറ്റിലേക്കുള്ള ഇലക്ഷൻ, അതായത് ആ ഒരു ഇലക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള, അത് നടന്ന വർഷം 46 ജൂലൈ ഓഗസ്റ്റിലായിരുന്നു. ഇതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു. എത്ര സീറ്റ് കിട്ടി? 208 സീറ്റ് കിട്ടി. മുസ്ലിം ലീഗിൽ 73 സീറ്റും കിട്ടി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കാം. The Constituent Assembly was not directly elected by the people of India on the basis of adult franchise. ആണോ? അതും പ്രീവിയസ് ചോദ്യമാണ്. ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ആൾക്കാർ നേരിട്ട് വോട്ട് ചെയ്ത് കയറ്റിയതല്ല. The assembly comprised a representative of all sections of the Indian society. ആരൊക്കെ ഉണ്ട് അതിനകത്ത്? ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖ് ഉണ്ട്, പാഴ്സീസ് ഉണ്ട്, ആംഗ്ലോ ഇന്ത്യൻസും, ഇന്ത്യൻ ക്രിസ്ത്യൻസും, SC/STസും, വുമൻസും എല്ലാവരും ഈ സെക്ഷനിൽ ഉണ്ടായിരുന്നു. പ്രീവിയസ് ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിന്ദു, മുസ്ലിം, സിഖ്, പാഴ്സി, ആംഗ്ലോ ഇന്ത്യൻ, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, SC/ST, വുമൻസ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. The assembly included all important personalities of India at that time, the exception of Mahatma Gandhi. ആരില്ല അസംബ്ലിക്കകത്ത്? മഹാത്മാ ഗാന്ധി ഇല്ല. ഇതും പ്രീവിയസ് ചോദ്യം, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അസംബ്ലിയിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നില്ല.
അപ്പൊ ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ബോർഡിൽ എടുത്ത ക്ലാസ് ഉണ്ട്, നിങ്ങൾ അത് കയറിയിട്ട് ഒന്ന് കാണാം. വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇത് റിവിഷൻ വീഡിയോ ആയതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ജസ്റ്റ് അത് മാത്രം ഒന്ന് കാണിക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പല ടൈപ്പ് കമ്മിറ്റീസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് മേജർ കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പല കമ്മിറ്റീസ് ഉണ്ടായിരുന്നു ഓരോന്നിനു വേണ്ടിയിട്ട്. അതായത് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് അല്ലെങ്കിൽ ഹെഡ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിന്റെ ഹെഡ് ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദ്യം വന്നിരിക്കുന്നത്. ഓൾ ദി കമ്മിറ്റീസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്നാണ് സെറ്റ് ആയത്? 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഓഗസ്റ്റ് 29, 1947-ലായിരുന്നു. ഇതിന്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സോ BR അംബേദ്കർ ഉണ്ട് ഇതിനകത്ത് അല്ലെ. നെക്സ്റ്റ് നോക്കാം, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. 2 അയ്യങ്കാമാരുണ്ട്, ഗോപാലസ്വാമി, കൃഷ്ണസ്വാമി. ഡോക്ടർ KM മുൻഷി ഉണ്ട്, അതുകൊണ്ട് KM മുൻഷി അങ്ങോട്ട് ടിക്കിടുക, അദ്ദേഹമുണ്ട്. അതുപോലെ സയ്യിദ് മുഹമ്മദ് സാദുള്ള, അദ്ദേഹവും ഉണ്ട് അല്ലെ. ഇനി അടുത്ത ആള് നോക്കുക, N മാധവറാവു. BL മിത്തർ ആയിരുന്നു ആദ്യം, അദ്ദേഹത്തിന് പകരം he replaced BL മിത്തർ who resigned due to ill health. ആരോഗ്യം ശരിയല്ലാത്തതുകൊണ്ട് N മാധവറാവു വന്നു. അതിനുശേഷം DP കൈത്താന് പകരം TT കൃഷ്ണമാചാരി വരുന്നു. അപ്പൊ ആരൊക്കെയാ? ഡോക്ടർ BR അംബേദ്കർ, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. ഇനി ചോദിക്കുവാണെങ്കിൽ BL മിത്തറും TP കൈത്താനും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് പോയിന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും പേര് 7 2 9 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇതിനകത്ത് പെടാത്തത്. അപ്പൊ ഞാനിത് മൊത്തത്തിൽ അങ്ങ് പറയുന്നില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി, അതായത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്തതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, ഇത്രയും സ്പീഡിൽ പറയുന്നത് റിവിഷൻ വീഡിയോ ആയതുകൊണ്ടാണ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതുപോലെ സിലബസിന്റെ ബാക്കി പോർഷൻസും തീർത്ത് അങ്ങ് പോകാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ ബൈ.